ബ്രദർ, ജന്മനാ കണ്ണിന് പ്രയാസം ഉണ്ടായിരുന്ന ഈ മകളെ കർത്താവ് കഴിഞ്ഞ ആഴ്ച സൗഖ്യമായി. സൗഖ്യമായ ഒരു അത്ഭുത സൗഖ്യമായി. അതൊരു നല്ല കാര്യമാണ്. അത് കൈയടിച്ചു പറഞ്ഞു. ഈ മോൾക്ക് കോങ്കണ്ണായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോങ്കണ്ണ നമുക്ക് അറിയാം. ഇപ്പൊ കോങ്കണ്ണില്ല. ഭയങ്കരമായി പോയി. അത് കൈയടിച്ചു പറഞ്ഞേ. ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നവരുണ്ടോ? കുറച്ചു പേരുണ്ടായിരുന്നു. ദൈവത്തിന് എന്തും ചെയ്യാവേ. പെൺപിള്ളേർക്ക് കോങ്കണ്ണ് കൊള്ളത്തില്ല. അതുപോലെ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ മാറി എന്ന് പറയുന്നത് എന്റെ കർത്താവ് ചെയ്ത കാര്യമാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റ്. നമുക്ക് അടുത്ത ആഴ്ച ഒരു സാക്ഷ്യം കൂടെ കേൾക്കണം. ഈ മോളിലെ കോങ്കണ്ണുണ്ടോ? അത് മാറിയത് കേൾക്കണം. ഇതിന് മാറ്റാൻ പറ്റുമോ? യേശുവിൻ്റെ നാമത്തിൽ ഈ മോളിലെ കണ്ണ് നോർമലാകട്ടെ. പൊസിഷൻ നോർമലാകട്ടെ. പൊസിഷൻ നോർമലാകട്ടെ. അങ്ങയുടെ അത്ഭുത കരം തൊട്ടാകട്ടെ. നൗ ദ നെയിം ഓഫ് ജീസസ്. അങ്ങയുടെ അത്ഭുത കരം തൊട്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. മോന്റെ പേരെന്തുവാ? പറഞ്ഞോട്. അവന്തിക. അവന്തിക. ബ്രദറിന്റെ പേരെന്തുവാ? എന്റെ പേര് സുബിൻ. എവിടുന്ന് വരുന്നേ? ആറ്റിങ്ങൽ കടയ്ക്കാവൂർ. സംസാരം കേട്ടിട്ട് ഇവിടുത്തെ ആറ്റിങ്ങക്കാരനാണോ അത് വേറെ എവിടെയെങ്കിലും ആണോ? അല്ലല്ല, ആറ്റിങ്ങലുള്ളത്. ഇതുപോലത്തെ മീറ്റിങ്ങിന് ആദ്യമായിട്ട് വരുവാണോ? നേരത്തെ പോയിട്ട് കോവിഡിന് മുമ്പ് വന്നിട്ടുണ്ട്. കോവിഡിന് മുമ്പ് വന്നിട്ടുണ്ട്. കോവിഡിന് ശേഷം പിന്നീടാ വരുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയാ വാസ്തവത്തിൽ വന്നത്? കുഞ്ഞിന് വേണ്ടിയാണോ? ഈ കാങ്കണ്ണ് മാറാൻ വേണ്ടി മാത്രം വന്നോ? അതിനും പിന്നെ വൈഫിനും പ്രശ്നം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചത് കഴിഞ്ഞു. ഡെലിവറിക്ക് ശേഷം പ്രശ്നമുണ്ട്. ഓക്കെ, അതിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നത്. പക്ഷെ കുഞ്ഞിന്റെ കോങ്കണ്ണ് മാറി. കർത്താവ് സൗഖ്യമാക്കി. സന്തോഷമുള്ള കാര്യമല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഈ മോൾ അറിയപ്പെടുന്ന ഒരു പ്രവാചകിയാകട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകയാകട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്.